തൊട്ടടുത്ത് ഒറീസയിൽ അതും ഒരു മോഹനാണ്, മോഹൻ മാഞ്ചി മുഖ്യമന്ത്രി BJPയുടെ. അദ്ദേഹം ഹിന്ദു സംഘടനകളെ വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരുപാട് പെന്തക്കോസ്തുകാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ യോഗം നടക്കുന്നു, മതപരിവർത്തനം നടക്കുന്നു, കാര്യമൊക്കെ ശരി, അതിലൊന്നും തന്നെ നിങ്ങൾ ഇടപെടരുത്. അല്ല, അത് ഞങ്ങൾ ഇടപെട്ടില്ലെന്ന് പറയുമ്പോൾ അതെന്ത് പരിപാടിയത്? ഞങ്ങൾ ഇടപെടും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇടപെട്ടാൽ എനിക്ക് നിങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ ഇടപെടരുത്, എന്നെ അറിയിക്കുക. ഡയറക്റ്റ് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഈ മൊബൈൽ നമ്പറിൽ വിളിച്ചറിയിക്കുക. അവിടെ പന്തൽ പണി തുടങ്ങുമ്പോൾ തന്നെ അറിയിപ്പ് ഇവിടെ വരണം, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു മതപരിവർത്തന ശ്രമവും ഈ പെന്തക്കോസ്തിൻ്റെ പ്രസംഗം അത് ഇത് ഒന്നും നടക്കില്ല ഒറീസയിൽ. നടക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിങ്ങളൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ പ്രസംഗിച്ചു. അതല്ലാതെ പരസ്യമായിട്ട് മാമോദിസ മുക്കുക, കലാപരിപാടി വഴിയേ പോകുന്നതിനെ മതം മറ്റേ അത് നടക്കില്ല. അവരെന്തോ ഇപ്പോൾ പരാതിയൊക്കെ ആയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ് ഒറീസയിലുള്ളവർ. മോഹൻ മാഞ്ചി അൺകോംപ്രമൈസിംഗ്ലി ഹിന്ദു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. അദ്ദേഹം MLA ആയിരുന്ന കാലത്ത് MLA ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ തികയഞ്ഞിട്ടോ മറ്റോ. നമ്മുടെ നവീൻ പട്നായിക്കാണ് ഭരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അറിഞ്ഞു ഈ മോഹൻ മാഞ്ചി ഫുട്പാത്തിലാണ് ഉറങ്ങുന്നത്. ഒറീസ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് ഫുട്പാത്തിൽ ഒരു ചാക്കം വിരിച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ ബഹളമായി. നവീൻ പട്നായിക് മുഖ്യമന്ത്രി പറഞ്ഞു, ഹേയ്, എന്നോട് പറയേണ്ട ഒരു MLA ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മോഹൻ മാഞ്ചി പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യം ഇന്ന് വരെ ഈ സർക്കാരിനോട് പറഞ്ഞിട്ടില്ല. ഞാൻ BJP പ്രതിപക്ഷമായിരുന്നു, ഞാൻ ചീഫ് വിപ്പായിരുന്നു, ഡെപ്യൂട്ടി ചീഫ് വിപ്പായിരുന്നു, എത്രയോ കാലമായി ഞാൻ MLA ആണ്, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷേ ഞാൻ MLA ആയിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നം നിങ്ങളെ അറിയിക്കാനാണ്, എൻ്റെ പ്രശ്നം അറിയിക്കാനല്ല. എനിക്ക് കിടന്നുറങ്ങാൻ ഫുട്പാത്ത് മതി, എത്രയോ ഞാൻ ഫുട്പാത്തിൽ കിടന്നിരിക്കുന്നു. മോഹൻ മാഞ്ചി എളിയ ജീവിതം തുടങ്ങിയ ആളാണ്. ചുമടെടുത്തു, മീൻ പിടിച്ചു, ഏക്കൽ വിദ്യാലയം എന്നൊക്കെ പറയുന്ന പോലെ RSSൻ്റെ ഇതിൽ 50 രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തു. ഇതൊക്കെ ചെയ്ത ആളാണ് മോഹൻ മാഞ്ചി. അദ്ദേഹം പറഞ്ഞു, ക്വാർട്ടേഴ്സ് തന്നില്ല എന്ന് എനിക്ക് പ്രതീക്ഷ, എനിക്കറിയാം ക്വാർട്ടേഴ്സ് ഇല്ല. ഇത്രയും MLA-മാരുടെ എണ്ണം ഈ കോൺസ്റ്റിറ്റ്യുവൻസി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അത് കൂടി മറ്റേ ആൾക്ക് സൗകര്യമാണ്, തികഞ്ഞില്ല. മനഃപൂർവ്വം എനിക്ക് തരാതിരുന്നതല്ലല്ലോ. അപ്പോൾ തരുമ്പോൾ തന്നാൽ മതി, എനിക്ക് തിരക്കില്ല. ഇനി മുഖ്യമന്ത്രിക്ക് അറിയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ മൊബൈൽ ഫോൺ കളഞ്ഞുപോയി, മോഷ്ടിച്ചു പോയി. റോഡിൽ കിടന്നുറങ്ങുന്നില്ലേ ഒരുത്തൻ, മോഹൻ മാഞ്ചിയുടെ മൊബൈലും കൊണ്ട് കള്ളന് ഇത് മാഞ്ചിയാണോ MLA ആണോ എന്ന് വല്ലതും നോട്ടമുണ്ടോ? കിടന്നുറങ്ങുന്നു, നല്ല ഉറക്കമാണ്, ഈ സാധനം പോക്കറ്റിൽ നിന്നിട്ട് താമം പോയി. ഇത് സംഭവിച്ചു. ഇതാണ് മോഹൻ മാഞ്ചി. ഒരു രീതിയിലും ആ മനുഷ്യനെ കുറ്റം പറയാൻ സാധ്യമല്ല. ഒരു പേഴ്സണൽ ആവശ്യങ്ങളുമില്ല. എന്ത് ചെയ്യും? വേറൊന്ന്, അദ്ദേഹം ഒരിക്കൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. MLA സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം ആ സസ്പെൻഷൻ ഒരു പ്രൊട്ടസ്റ്റും ഇല്ലാതെ ഇറങ്ങിപ്പോയി. സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്പീക്കർ പറഞ്ഞത് ശരിയാണ്, അന്ന് പരിപ്പിൻ്റെ പർച്ചേസ് നടന്നു ഒറീസയിൽ, അതിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞാണ് ഇഷ്യൂ. അപ്പോൾ ഇദ്ദേഹം കുറച്ച് പരിപ്പുമായിട്ട് അസംബ്ലിയിൽ കയറി ചെന്നു. ഇത് അവിടെ വെതറിപ്പോയി, തൂവിപ്പോയി. അപ്പോൾ സ്പീക്കർ അത് അവകാശ ലംഘനമാണ്, മോശം പെരുമാറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത്. മോഹൻ മാഞ്ചി പറഞ്ഞു, സ്പീക്കറുടെ തീരുമാനം ശരിയാണ്, ഞാൻ പരിപ്പ് അകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല, പരിപ്പിൻ്റെ ഇഷ്യൂ പറയാനായിട്ട് പരിപ്പും കൊണ്ടുവരേണ്ട കാര്യം എന്താ? സ്പീക്കർ പറയുന്നത് ശരി തന്നെയാണ്. മാത്രമല്ല, കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് സഭയിൽ തൂവാതെ കൈകാര്യം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇവർ എന്താരോപണം പറഞ്ഞാൽ പുറത്താക്കിയെന്നറിയാമോ? സ്പീക്കർക്ക് നേരെ പരിപ്പ് എറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ നടക്കുന്ന പ്രശ്നം, ഇവിടെ കേരള നിയമസഭയിൽ നടന്ന കാര്യം ആലോചിച്ച് നോക്ക്. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ പരിപ്പ് 4 അവിടെ വീണെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല, അത് തൂപ്പുകാർ അത് തൂക്കുമ്പോൾ അതങ്ങ് പൊക്കോളും. ബട്ട് അതുപോലും മോഹൻ മാഞ്ചി പറഞ്ഞു, യെസ് ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. ഇങ്ങനൊരു മനുഷ്യനെ നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതേസമയം മറ്റേ പ്രശ്നം പുള്ളി ഹാൻഡിൽ ചെയ്ത് നോക്ക്. ഹിന്ദു സംഘടനകൾ വിളിച്ചിട്ട് പറഞ്ഞു,
നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്, എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഉന്തും തള്ളും സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ദിവസത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണ്ടേ? അദ്ദേഹത്തിൻ്റെ നീതിബോധം നോക്കുക. അതുകൊണ്ട് നേരത്തെ വിളിച്ചിട്ട് ഈ ADGP MR അജിത് കുമാർ പോയി കണ്ടു എന്ന് പറഞ്ഞ പോലെ പുള്ളി വിളിച്ചു വരുത്തി കണ്ടു ഇവരെയെല്ലാം. RSS അടക്കം എല്ലാവരെയും വിളിച്ചു വരുന്ന പൊന്നിയേട്ട നിങ്ങൾ ഇടപെട്ടാൽ എനിക്ക് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും വഴക്കുണ്ടാക്കിയതിൻ്റെ പേരിൽ. നിങ്ങൾ ഇടപെടേണ്ടെന്ന് ഞാനത് നിർത്തിത്തരാം. വേറൊരു മോദി. അപ്പോൾ ഉത്തർപ്രദേശിൽ മോദി, മധ്യപ്രദേശിൽ മോദി, ഒറീസയിൽ മോദി. ഇനിയും മോദിമാരുണ്ട്. ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി, ആസാമിൽ ഹിമന്ത ബിശ്വ. എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോയ്ക്കുള്ള സ്കോപ്പുണ്ട് ആ 2 ഭീമന്മാരുടെ, 2 മോദിമാരുടെ. ഒരുപാട് മോദിമാർ. അതാണ് ഞാൻ പറഞ്ഞത്, മോദി ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒറ്റയ്ക്കൊരു മോദി എന്നുള്ളത് വേണ്ട. ഒരുപാട് മോദിമാരെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു നോക്കാം. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ചെന്നിടിക്കുന്നത് മെയിൻ മോദി, കാർന്നൊരു മോദിയുണ്ടല്ലോ, കാർന്നൊരു മോദിയുടെ നെഞ്ചത്തേക്കാണ് ഇവർ കയറുന്നത്. ഈ ബാക്കി മോദിമാരെ ഹാൻഡിൽ ചെയ്യുന്ന ആരാ? ആളില്ല. അതാണ് ഈ ഇത്തവണത്തെ മോദി ടേമിൽ മോദി എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ BJP എടുത്തിരിക്കുന്ന തന്ത്രം.